ഇറാൻ നിലവിളിക്കുകയാണ്, ഞങ്ങളുടെ പ്രോക്സികളെ ഒന്നും ചെയ്യരുത്, അതിനുവേണ്ടി ഞങ്ങൾ എന്ത് സമാധാന ചർച്ചയ്ക്കും തയ്യാറാണെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇറാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി വീണ്ടും ഇസ്ലാമാബാദിലേക്ക് എത്തി ചർച്ചകൾ തുടരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒമാനിൽ പോയി അവിടുന്ന് നേരെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നു. അപ്പോൾ ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ലെബനെ ആക്രമിക്കരുത്. ലെബനിലെ സാധാരണക്കാരനെ നിങ്ങൾ കൊന്നോ, അവരെ ഉപജീവന മാർഗം അല്ലെങ്കിൽ അവരെ ഏത് തരത്തിൽ നിങ്ങൾ ആക്രമിച്ചോ ഒന്നും ഒരു വിഷയമല്ല. പക്ഷെ അവിടുത്തെ ഹിസ്ബുള്ളയെ നിങ്ങൾ തുടരുത് എന്നാണ് പറയുന്നത്. ഇതിന് ഇപ്പോ ഇറാന് സഹായവുമായി അല്ലെങ്കിൽ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് ഉത്തര കൊറിയയും എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരും. നമുക്കറിയാം, ഉത്തര കൊറിയ ഒരു ആണവ ആയുധമുള്ള രാജ്യമാണ്. ഈ ആണവ ആയുധമുള്ള രാജ്യങ്ങളിലേക്ക് തീവ്രവാദികളുടെ സംരക്ഷണം കൂടെ ഉത്തര കൊറിയ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഉത്തര കൊറിയയും കൂടി ഈ യുദ്ധത്തിന്റെ ഒരു ഭാഗമായി മാറുന്ന തരത്തിലേക്ക്, അതായത് ഇറാനെ രക്ഷിക്കാനായി ഉത്തര കൊറിയയും കൂടി ഇറങ്ങുന്നു എന്നുള്ളൊരു സംശയം. മറുവശത്ത് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി അലമുറയിട്ട് കരയുന്ന ഇറാൻ നെതന്യാഹു പിന്മാറില്ല എന്ന് പറയുന്നു. ട്രംപിനെ കൊല്ലാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അത് ട്രംപ് തന്നെയാണ് അത്തരം ഒരു നാടകം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ് പലരും രംഗത്തെത്തുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? എന്താണ് ഇറാന്റെ ഇപ്പോഴത്തെ ആവശ്യം? ഇപ്പൊ ലെബനീസ് ഗവൺമെന്റ് അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. എത്രയും വേഗം ഇസ്രയേലിൽ ലെബനനെ ആക്രമിക്കുന്നത് നിർത്തണം. കഴിഞ്ഞ ദിവസം ലെബനനിലെ ഹിസ്ബുള്ള ഇസ്രയേലിലെ IDF-ലെ സൈനികർക്ക് നേരെ ഒരു ആക്രമണം നടത്തി. അവർ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. അതായത് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 3ാമത്തെ ഇസ്രയേലി സൈനികനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. കൂടാതെ 6 പേർക്ക് പരിക്കേറ്റു. ഇവിടെ ഇസ്രയേലിന് നേരെ ഇവർ ഡ്രോൺ ഉപയോഗിച്ച് വലിയ തോതിൽ ആക്രമണം നടത്തുന്നു. അതുകൊണ്ട് IDF തെക്കൻ ലെവലിലും അതുപോലെ തന്നെ വടക്കൻ ലെവലിലും കടുത്ത രീതിയിലുള്ള ആക്രമണം നടത്തുന്നു, സൈനിക വിന്യാസം നടത്തുന്നു. അതോടുകൂടി ഹിസ്ബുള്ളയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ ലെബനൻ എന്ന് പറയുന്നത് ഒരു സമാധാന രാജ്യമായിരുന്നു. എപ്പോൾ ഹിസ്ബുള്ള അവിടേക്ക് എത്തുന്നത് വരെ, അതുവരെ അവിടെ കൃഷിയൊക്കെ ചെയ്ത് അവരുടെ വ്യാവസായിക താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ച് സമാധാനത്തോടെ പോയിക്കൊണ്ടിരുന്നു. ആ രാജ്യത്തിന് മേൽ ഇപ്പോൾ വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. അവിടുത്തെ 70% ജനങ്ങൾ ഇപ്പോൾ പട്ടിണിയിലാണ്. ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല. എന്തിന്? ആശുപത്രിയിൽ നിന്ന് വേണ്ട സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല. ലോകത്തോട് ഇപ്പോൾ ഈ ലെബനീസ് ഗവൺമെന്റ് കരഞ്ഞു പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു $500 മില്യൺ അല്ലെങ്കിൽ US ഡോളറോ അല്ലെങ്കിൽ യൂറോ ഒക്കെ തരണം, കാരണം ഞങ്ങൾക്ക് ആശുപത്രി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, ഭക്ഷണവും വെള്ളവും വേണം എന്നൊക്കെ പറയുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണം ശക്തമായതോടുകൂടി ലെബനനിൽ നിന്ന് 12 ലക്ഷം ആളുകളാണ് ഇപ്പോൾ പലായനം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താ? ഹിസ്ബുള്ളയാണ് ഇറാന്റെ ഒരു ശക്തി. അതുകൊണ്ട് ഇറാൻ എന്തെങ്കിലും തരത്തിൽ ആക്രമണം നടത്തണമെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധവും പണവും എത്തിക്കണം. നിലവിൽ അവർക്ക് അതിൻ്റെ സൗകര്യമില്ല. ഇറാനിൽ വലിയ ബങ്കറുകളുണ്ട്. ആ ബങ്കറുകളിൽ ആയുധങ്ങളുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, അത് കൊടുക്കാനുള്ള ലോഞ്ചറുകളുണ്ട്. ഈ സഹായങ്ങളൊക്കെ ഹിസ്ബുള്ളയുടെ കയ്യിലേക്ക് എത്തിച്ചാൽ ആക്രമണത്തിന് ഹിസ്ബുള്ള കൂടി രംഗത്ത് വരും. ഇത് കൃത്യമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രയേൽ ഈ ലെബനനിൽ കടുത്ത ആക്രമണമാണ് നടത്തുന്നത്. തെക്കൻ ലെബനിലെ പല വീടുകളിലും ഹിസ്ബുള്ള ആയുധങ്ങളുടെ ശേഖരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ IDF ഇപ്പോൾ അവിടെ നിയന്ത്രിത സ്ഫോടനങ്ങൾ നടത്തി ആക്രമണം നടത്തുകയാണ്. അതോടുകൂടി ഹിസ്ബുള്ളയുടെ പടം മടങ്ങുകയാണ്. കാരണം ഇറാന്റെ പ്രോക്സി ആരാ? ഹമാസ്. ഈ ഹമാസിലെ പ്രോക്സികളെ ഗസയിൽ വെച്ച് തന്നെ ഏതാണ്ട് തീർത്തു. പിന്നുള്ളത് ഹൂത്തിയാണ്. സിറിയയിലെ ഹൂത്തികൾ കടൽ വഴിയാണ് ആക്രമണം നടത്തുന്നത്. ഈ കടലിൽ അമേരിക്ക 3 വിമാനവാഹിനി കപ്പൽ വിന്യസിക്കുകയാണ്. നേവിയുടെ സാന്നിധ്യമുണ്ട്, കാരണം ഹോർമൂസിലേക്ക് പോകാൻ വേണ്ടി. അതോടുകൂടി ഹൂത്തികൾക്കും മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. പകരം ഹിസ്ബുള്ളയെ മാത്രമേ പറ്റുള്ളൂ. കാരണം സിറിയ വഴി എളുപ്പം ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കും. പക്ഷേ ഈ തെക്കൻ ലെബനിലും വടക്കൻ ലെബനിലും ഈ IDF നിലയുറപ്പിച്ചതോടുകൂടി അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ഗൊലാൻ കുന്നുകളുണ്ട്. അവിടെയും ഇസ്രായേൽ സേന വളരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് അവിടെ കണ്ണിമ ചെമ്മാതെ നോക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ കടന്നു കയറിയാൽ അവരെ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ടാണ് ഇവിടെ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ കനത്ത പ്രത്യാക്രമണം തിരിച്ചു നടത്തുന്നത്. അതുകൊണ്ട് ലെബനീസ് ഗവൺമെന്റ് പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ കൊല്ലുകയാണ്, ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ വംശഹത്യ വരുത്തുകയാണ്, അവരെ ഇല്ലായ്മ ചെയ്യുന്നു. ആരാ പറയുന്നത്? ഇറാനാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്കായിട്ട് ഇസ്ലാമാബാദിലേക്ക് വന്ന അബ്ബാസ് അരാക്ചി എന്ന് പറയുന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി അമേരിക്കൻ പ്രതിനിധികൾ എത്തുന്നതിന് മുമ്പ് തിരിച്ചുപോയി. പക്ഷേ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടുകൂടി ആ തിരിച്ചുപോയി അബ്ബാസ് അരാക്ചി വീണ്ടും വരുന്നു. എന്തിനു വേണ്ടിയിട്ട്? എങ്ങനെയെങ്കിലും അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തി ഇസ്രായേലിന്റെ ആക്രമണം നിർത്തണം. അതായത് ഇപ്പം ലെബനൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള പേടിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തെ അല്ല, അമേരിക്കയുടെ ആക്രമണത്തെ അല്ല. ഇവർ തുടർച്ചയായിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സിറിയ വഴി ഇവർക്ക് കടന്നു കയറാൻ കഴിയുന്നില്ലെന്നും ഈ ലെബനിലെ ഹിസ്ബുള്ളക്കാരെ കൊന്നൊടുക്കുകയും ഉന്മൂലനം ചെയ്യുകയുമാണ് എന്ന് ഇവിടെ വരുത്തി തീർക്കുകയാണ്.
അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ഇറാന്റെ എല്ലാ ശക്തിയും ഇവിടെ തീർന്നു പോകും. ഇറാൻ ഇനി പ്രതികരിക്കണമെങ്കിൽ ഹിസ്ബുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്ന് വെടിനിർത്തൽ നടത്തിയാൽ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, അതുപോലെ പണം ഇതെല്ലാം തന്നെ ഈ ഹിസ്ബുള്ള പോരാളികൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അതിനുള്ള മാർഗവും കൂടെ അടഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഇറാനെ മൊത്തത്തിൽ പൂട്ടിയത് ഇസ്രയേലാണെന്ന് പറയാം. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു അതുപോലെ തന്നെ IDF എല്ലാം തന്നെ ഈ ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ നിലപാടുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇറാൻ കരഞ്ഞ് നിലവിളിക്കാം. ലെബനിലെ സാധാരണക്കാർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല എന്നല്ല, ഹിസ്ബുള്ളക്കാരെ കൊന്നൊടുക്കുന്നു. ഞങ്ങളുടെ പാവപ്പെട്ട ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എന്തൊരവസ്ഥയാണ്. ഞാനൊരു കാര്യം, ഇതിന്റെ ഇടയ്ക്ക് ഉത്തര കൊറിയ കൂടി ഇറാന്റെ ഒരു സഹായത്തിന് വന്നാൽ ഈ ഉത്തര കൊറിയ സ്വാഭാവികമായി അമേരിക്കയുമായി വല്ലാത്ത, കാരണം ഏത് നിമിഷം അമേരിക്കയിലോട്ട് ഒരു മിസൈലൊക്കെ പിന്നെ നിർത്തിയിരിക്കുന്ന രാജ്യമാണെന്നൊക്കെ തമാശക്ക് പോലും പറയാറുണ്ട്. അപ്പോൾ ഇറാനെ സഹായിക്കാൻ ഉത്തര കൊറിയ കൂടി ഇറങ്ങിയാൽ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം വളരെ പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം ആശങ്കപ്പെടേണ്ട വലിയ സ്ഥിതിയില്ലേ? ശരിക്കും 2023 ഒക്ടോബർ 7 ഹമാസ് ചെയ്ത ഒരു പ്രവൃത്തിയല്ല ഹിസ്ബുള്ള ഈ പറയുന്ന പിന്നെ ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തി. അതിന് സമാനമായ ഒരു ആക്രമണം കൂടി നടത്താനായിട്ട് ഇവർ പദ്ധതി ഇടുന്നു. പക്ഷെ ഇവർക്ക് ഒരു പുറമേ നിന്ന് സഹായം കിട്ടും. ആ സഹായം ഉത്തര കൊറിയയിൽ നിന്ന് കിട്ടുമോ? അത് ആയുധങ്ങളുടെ സഹായമാണോ സൈനിക സഹായമാണോ നമുക്ക് വ്യക്തമല്ല. ഇവിടെ അവരുടെ ലക്ഷ്യം എന്താ? അമേരിക്ക പ്രഖ്യാപിത ശത്രുവാണ്. അപ്പൊ അമേരിക്ക ആർക്കെതിരെ നിലകൊള്ളുന്നോ അവരെ സഹായിക്കാനായിട്ട് ഉത്തര കൊറിയ വേണമെങ്കിൽ വരാം എന്ന നിലയിലാണ്. അപ്പോൾ ഇറാൻ പറയാണ് ഞങ്ങൾക്ക് കുറച്ച് ആയുധങ്ങൾ വേണം, ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഇവർ എത്തിച്ചു കൊടുത്താൽ പശ്ചിമേഷ്യൻ യുദ്ധം നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്ക് വേറൊരു തലത്തിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈ വെടിനിർത്തലൊന്നും പ്രായോഗികമാകത്തില്ല. മാത്രമല്ല അമേരിക്കയുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി വരുന്നതോടെ ഇറാന് നേരെ ഒരു കരയുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഉത്തര കൊറിയയോ ചൈനയോ റഷ്യയോ ഒക്കെ നേരിട്ട് ഇടപെട്ടാൽ യുദ്ധം എന്ന് പറയുന്നത് ഒരു 3ാം ലോക മഹായുദ്ധത്തിന് സമാനമായ രീതിയിലേക്ക് മാറും. അല്ല, ഇതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ശരിക്കും പരാജയപ്പെട്ടു. പിന്നെ അതിനകത്ത് പരാജയപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം യുദ്ധം തീർന്നു അല്ലെങ്കിൽ നാളെ കാലത്തെ വെടി പൊട്ടത്തില്ല, ആക്രമിക്കത്തില്ല എന്നുള്ളതല്ല. ഇറാനെ ഈ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തോടു കൂടി തന്നെ ഇറാനിലേക്ക് വരുന്ന ആയുധങ്ങളുടെയും അല്ലെങ്കിൽ ഇറാനിനകത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യം അല്ലെങ്കിൽ ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ളതിനകത്ത് ഉപരോധമായില്ലേ? ആ ഉപരോധം അത് ഇറാനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ പ്രോക്സികൾ ആണ് ഈ പറയുന്നത് പോലെ ഹിസ്ബുള്ള. ബാക്കിയുള്ള പ്രോക്സികൾ ഹൂത്തികളെന്ന് പറഞ്ഞാൽ ഹൂത്തികളെ അവിടെ പൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പലവട്ടം ഈ പറയുന്ന അമേരിക്ക ഹൂത്തികളെ ആക്രമിച്ചിട്ടുണ്ട്. ഹൂത്തികൾക്ക് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും പടക്കപ്പലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്നത് മാത്രമാണ് ഇനിയും ഒരു മാർഗം. അതായത് തിരിച്ചടിക്കാൻ, തോൽക്കാൻ അവർ തയ്യാറല്ലല്ലോ, കീഴ്പ്പെടുന്നതിന് തയ്യാറല്ല. ഇറാനിൽ നിന്ന് തിരിച്ചടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇറാൻ അകത്ത് കയറി എല്ലാ സംവിധാനങ്ങളും ഏകദേശം തകർത്തെന്ന് പറയാം. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ഈ യുദ്ധം നിലനിർത്തുന്നതിനും വേണ്ട പ്രോക്സി ഹിസ്ബുള്ള തന്നെയാണ്. അപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്നത് അവിടെ നിലകൊള്ളുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ ജനവാസ മേഖലയിലാണ് ഇവർ ഈ ആയുധങ്ങളും അല്ലെങ്കിൽ ലോഞ്ചറുകളും മൊത്തവും ഘടിപ്പിച്ചിരിക്കുന്നത്. ഇവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം നിയന്ത്രിതമായിട്ട് ആക്രമണം നടത്തുന്നു പറഞ്ഞില്ലേ? വിശാലമായിട്ട് ആക്രമണം നടത്തിയാൽ 1, 2, 3 ബോംബിട്ടാണ്. പക്ഷേ വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാരെ, ആ ആൾക്കാർ ഏതാൾക്കാരെന്നറിയാം? അവിടെ ക്രിസ്ത്യൻ മേഖലയാണ്. ക്രിസ്ത്യൻ മേഖലയിലാണ് ഇവർ കൂടുതലായിട്ടും ഇവർ ഹോൾഡ് ചെയ്യുന്നത്, പല വീടുകളും അല്ലെങ്കിൽ ബങ്കറുകളും മറ്റു പല സമയത്ത്. അപ്പം ഇതിനകത്ത് നിയന്ത്രിതമായിട്ട് കാര്യങ്ങൾ നടത്തി ഏർപ്പെടുത്തി അതിനെയും കൂടെ ഇല്ലായ്മ ചെയ്തു പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ഇറാൻ പൂർണ്ണമായിട്ടും ഒരുപക്ഷെ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ ഇതിനകത്ത് അമേരിക്കയ്ക്ക് നാളെ കാലത്ത് ഞാനീ പറഞ്ഞ പരാജയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് അല്ലെങ്കിൽ ഇറാനെ ഈ കരയുദ്ധത്തിൽ കൂടി പിടിച്ചെടുത്താൽ പോലും അവിടെ ഇവിടെയെല്ലാം ഈ പ്രോക്സി വാർ പോലെ പ്രശ്നങ്ങളുണ്ടാകും. ഒരിക്കലും തീരാത്ത രീതിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഇതൊരു തീവ്രവാദ ഭീകരവാദ ശൈലിയിലുള്ള രാജ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയെല്ലാം കാണും. ഇപ്പോഴും തന്നെ ഹമാസിനെ തീർത്തെന്ന് നമ്മൾ പറയുമ്പോൾ ഹമാസ് അത്യാവശ്യം എന്തെങ്കിലും വിഷയം വരുമ്പോൾ അവിടെ ഇവിടെ അടിക്കുന്നുണ്ട്. ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ടും തീർത്തെന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഏതാണ്ട് ഇപ്പോഴത്തെ ഈ ചർച്ചയും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഉപരോധം പൂർണ്ണമായിട്ടും ഇറാനെ പരാജയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക്, ചലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു. ഇറാൻ അകത്ത പ്രശ്നവും ഒരുപക്ഷെ ഇറാന് പഴയതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് വേണം കരുതാൻ.